പാട്ടോടുകൂടി ആരംഭിക്കാം. മാലാഖമാർ വന്നു പൂവിരിക്കുന്നത് മകനേ നിനക്കു വേണ്ടി, മനസ്സിൽ സ്നേഹമാം സുധ നിറയ്ക്കുന്നത് മകനേ നിനക്കു വേണ്ടി, മരുമകനേ നിനക്കു വേണ്ടി. ഇതിൻ്റെ അവസാന ഭാഗത്ത് ഞാൻ ചെറിയൊരു സ്വാതന്ത്ര്യം എടുത്തിട്ടുണ്ട്. വയലാർ എഴുതിയ ഗാനത്തിൽ ഇത്രയില്ല. ഇത് മകനെ നിനക്ക് വേണ്ടി എന്ന ഒരു പഴയ മലയാള സിനിമയിലെ പാട്ടാണ്. നിങ്ങൾ ചിലരെങ്കിലുമൊക്കെ കേട്ട് കാണും എന്ന് വിചാരിക്കും. ഇപ്പോൾ ഇവിടെ പറയാനുള്ള കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. നമ്മുടെ മഹാനായ മുഖ്യമന്ത്രി, അഖില കേരള ചക്രവർത്തി സഖാവ് പിണറായി വിജയൻ, അദ്ദേഹത്തിൻ്റെ മരുമകൻ, മകളുടെ ഭർത്താവായ സാക്ഷാൽ മുഹമ്മദ് റിയാസിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ആ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികം കാലമായി. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അദ്ദേഹം അത് ആരംഭിച്ചു. മന്ത്രിസഭയിലുണ്ടായിരുന്ന പ്രഗത്ഭരായ ആളുകൾ, അല്ലെങ്കിൽ നിയമസഭയിലെ കഴിവ് തെളിയിച്ച സാമാജികന്മാരെ മൊത്തമല്ല, അതിൽ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ വെട്ടി നിരത്തി. AK ബാലനെ, അതുപോലെ G സുധാകരനെ, EP ജയരാജനെ, തോമസ് ഐസക്കിനെ, രവീന്ദ്രനാഥിനെ, പിന്നെ MLA മാരായിരുന്ന സുരേഷ് കുറുപ്പിനെ, പ്രദീപ് കുമാറിനെ, അബ്ദുൽ ഖാദറിനെ, രാജു എബ്രഹാമിനെ ഒക്കെ ഇനി നിങ്ങൾ ഇത്ര നാളൊക്കെ പാർട്ടിയെ സേവിച്ചല്ലോ, സഹായിച്ചല്ലോ, ഇനി നിയമസഭയിൽ നിങ്ങളുടെ ആവശ്യമില്ല, നിങ്ങൾ തൽക്കാലം വിശ്രമിക്കുവിൻ എന്ന് പറഞ്ഞു വിട്ടു. പിന്നെ സീറ്റ് കിട്ടിയ ആളുകളുണ്ടായിരുന്നു. കടകംപള്ളി സുരേന്ദ്രൻ, അതുപോലെ മണിയാശാൻ, ശൈലജ ടീച്ചർ, ഇവരുമൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും ഇതേ പരിപാടി തന്നെ ചെയ്തു. AC മൊയ്തീൻ, അതുപോലെ TP രാമകൃഷ്ണൻ, ഇവരോടൊക്കെ പറഞ്ഞു, സഖാക്കളെ, നിങ്ങളുടെ കഴിഞ്ഞ 5 കൊല്ലത്തെ പ്രവർത്തനം വളരെ ശ്ലാഘനീയമായിരുന്നു. പക്ഷേ 5 കൊല്ലത്തിലധികം മന്ത്രിമാരായിട്ടിരിക്കാൻ നിങ്ങൾക്ക് ആർക്കും യാതൊരു യോഗ്യതയുമില്ല. ഇനി ഈ പാർട്ടിയിൽ യോഗ്യന്മാരായ വേറെ ഒരുപാട് സഖാക്കളുണ്ടല്ലോ. ഉദാഹരണത്തിന് ശിവൻകുട്ടി, വീണ ജോർജ്, ബിന്ദു ടീച്ചർ, പിന്നെ വാസവൻ, സജി ചെറിയാൻ, ഇങ്ങനെയുള്ള പ്രഗത്ഭ മതികൾ പുറത്തു നിൽക്കുകയാണ്. അവരെ മന്ത്രിമാരാക്കേണ്ടത് അനിവാര്യമാണ്. പിന്നെ എൻ്റെ മകളെ 2ാം കെട്ട് കെട്ടിയ സഖാവ് മുഹമ്മദ് റിയാസ് ഉണ്ട്. അദ്ദേഹത്തെ പോലൊരു യോഗ്യനെ മന്ത്രിസഭയിൽ എടുക്കട്ടെ. അതുകൊണ്ട് മൊയ്തീനും ഒക്കെ മാറി നിൽക്കണം എന്ന് പറഞ്ഞു. അവരാരും ഒരു എതിരും പറഞ്ഞില്ല. കാരണം മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവ് കേരളത്തിൽ മരാമത്ത് മന്ത്രി ആകേണ്ടത് ഈ നാടിൻ്റെ ആവശ്യമാണ്. ഇടതുപക്ഷ ധാർമ്മികതയുടെ സദാചാരത്തിൻ്റെ ഒരു വിഷയമാണ്. അതുകൊണ്ട് മൊയ്തീനാകട്ടെ, അല്ലെങ്കിൽ രാമകൃഷ്ണനാവട്ടെ, മറ്റാരെങ്കിലും ആവട്ടെ, ഒരു എതിരും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഇവരെല്ലാം മാറി നിന്നു. 2ാം റൗണ്ടിൽ ഇദ്ദേഹത്തെ മന്ത്രിയാക്കാൻ സാധിച്ചു. അത് കഴിഞ്ഞപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുനഃസംഘടിപ്പിച്ചു. അപ്പോൾ സഖാവ് മുഹമ്മദ് റിയാസിനെ ഉൾപ്പെടുത്തി, മറ്റ് പല ആൾക്കാരും ഒഴിവാക്കി. ഇപ്പോൾ അതിൻ്റെ 3ാം ഘട്ടം നടക്കുകയാണ്. അതായത് വീണ്ടും സംസ്ഥാന കമ്മിറ്റി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുനഃസംഘടിപ്പിച്ചു. പ്രായമായി എന്ന കാരണം പറഞ്ഞ് AK ബാലനെ പറഞ്ഞു വിട്ടു, ആനാവൂർ നാഗപ്പനെ പറഞ്ഞു വിട്ടു, P ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താതെ തോൽപ്പിച്ചു. അങ്ങനെ ഒരുപാട് പേരെ വെട്ടി. ആദ്യത്തെ റൗണ്ടിൽ തേക്ക്, വീട്ടി മുതലായ മരങ്ങളാണ് വെട്ടിയെങ്കിൽ, 2ാമത്തേൽ തമ്പകം, ഇരുൾ മുതലായ മരങ്ങളാണ് വെട്ടിയെങ്കിൽ, 3ാമത്തെ റൗണ്ട് വെട്ടിയപ്പോൾ പ്ലാവ്, ആഞ്ഞിലി മുതലായ മരങ്ങളും വെട്ടി. ഇനിയിപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയിൽ എന്ത് ബാക്കിയാണെന്ന് ചോദിച്ചാൽ ശീമക്കൊന്ന, അല്ലെങ്കിൽ ഈ വട്ട, അതുമല്ലെങ്കിൽ പൊങ്ങല്യം മുതലായ മരങ്ങൾ മാത്രമായി. ഇനി വെട്ടാനൊന്നും ബാക്കിയില്ല. എല്ലാം പാഴ്മരങ്ങളാണ്. പ്ലൈവുഡിൻ്റെ ആവശ്യത്തിന് പോലും ഉപയോഗിക്കാൻ കൊള്ളാത്ത, വീഞ്ഞപ്പെട്ടി ഉണ്ടാക്കാൻ പോലും പറ്റാത്ത മരങ്ങൾ മാത്രമായി നമ്മുടെ പാർട്ടിയിൽ. സർക്കാരിലും അതുപോലെയായി, അതുപോലെ കമ്മിറ്റിയിലും അതുപോലെയായി, സെക്രട്ടേറിയറ്റിലും അതുപോലെയായി, പോളിറ്റ് ബ്യൂറോയിൽ പിന്നെ പണ്ട് മുതലേ അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം പറയേണ്ടതില്ല. തീപ്പെട്ടി കമ്പനിക്കാർക്ക് പോലും വേണ്ടാത്ത മരങ്ങൾ മാത്രമേ ഇപ്പോൾ ഈ പാർട്ടിയിലുള്ളൂ. ഈ മരം എന്നുള്ളത് ഞാൻ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ കേട്ടോ. മനുഷ്യ മരങ്ങളോട് ഭൂമിക്കുന്നതിൽ തെറ്റ് പറയാൻ പറ്റില്ല. ഏതായാലും ഒരു ചന്ദനമരം അതിൻ്റെ നടുക്ക് നിൽക്കുന്നുണ്ട്. അത് സഖാവ് റിയാസാണ്. ഈ ചന്ദനമരത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. കാര്യം ഇതിൻ്റെ തടി, അതിൻ്റെ ഓയിലൊക്കെ വളരെ നല്ലതാണെങ്കിലും ഈ മരം സ്വന്തമായിട്ട് ഒരാഹാരം ഉൽപ്പാദിപ്പിച്ച് കഴിക്കുകയല്ല ചെയ്യുക. അടുത്ത് നിൽക്കുന്ന മറ്റ് മരങ്ങളുടെ വേരുകൾ, ഈ ചന്ദന മരത്തിൻ്റെ വേരുകൾ കുത്തി തുളച്ച് അവ ഉണ്ടാക്കുന്ന ഭക്ഷണം ഇത് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്.
അതാണ് ചന്ദനമരം നിൽക്കണമെങ്കിൽ അടുത്തുള്ള മറ്റ് മരങ്ങളൊക്കെ ഉണങ്ങിപ്പോവും എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു ചന്ദനത്തിൻ്റെ തൈയായിട്ട് ഒരു സ്വച്ഛ സുരഭിലമായ മന്ദസമീറിൽ തലയാട്ടി നിൽക്കുകയാണ് സഖാവ് മുഹമ്മദ് റിയാസ്. അദ്ദേഹമാണ് പാർട്ടിയിലെ ചന്ദനമരം. പിന്നെ ഒരു വടവൃക്ഷമാണുള്ളത്, അത് നമ്മുടെ പോട് വീണ, ഏതാണ്ട് വീഴാറായി. ആ ഒരു വടവൃക്ഷമാണ് നമ്മുടെ സഖാവ് പിണറായി വിജയൻ. അങ്ങനെ മരുമകനെ വളർത്തി 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 ഒരു പരുവത്തിലാക്കി ഇദ്ദേഹം സ്റ്റെപ്പ് ഡൗൺ ചെയ്യുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ അതുണ്ടാവും. ഒന്നുകിൽ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടാവും, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ ഉണ്ടാകും. രണ്ടായാലും ആ സ്ഥാനത്തേക്ക് വരാൻ പോകുന്ന ചന്ദനമരമായിരിക്കും എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും യാതൊരു സംശയത്തിനും അവകാശവും ഇല്ല. പിന്നെ ഒരു പൂന്തോട്ട കാവൽക്കാരനായിട്ട് സഖാവ് ഗോവിന്ദൻ മാഷുണ്ട്. അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിൻ്റെ ജോലി ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ളത്. പുള്ളി ഇതിനെ ഇടയ്ക്ക് വെള്ളം ഒഴിക്കുക, വളമിടുക, നോക്കി നടത്തുക, പരിപാലിക്കുക, കളയുണ്ടെങ്കിൽ പറിച്ച് കളയുക, വേലി പൊളിഞ്ഞു പോകുമ്പോൾ മുറുക്കി കെട്ടുക, അങ്ങനെയുള്ള രാത്രി കാലങ്ങളിൽ ഗേറ്റ് അടക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ഇങ്ങനെയുള്ള ചെറിയ ജോലികൾ മാത്രമേ മാഷിനുള്ളൂ. കാരണം പാർട്ടിയുടെ നിയന്ത്രണവും സഖാവിൻ്റെ കയ്യിലാണ്, ഭരണത്തിൻ്റെ നിയന്ത്രണവും സഖാവിൻ്റെ കയ്യിലാണ്, സഖാവിൻ്റെ നിയന്ത്രണം മകളുടെയും മരുമോൻ്റെയും കയ്യിലാണ്. അപ്പോൾ അതുകൊണ്ട് പാർട്ടിയെക്കുറിച്ചാകട്ടെ, ഭരണത്തെക്കുറിച്ചാകട്ടെ, ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കുറിച്ചാകട്ടെ നമുക്കൊന്നും പേടിക്കാനില്ല. ബലിഷ്ഠമായ കരങ്ങളിലാണ് ഇവയെല്ലാം നിക്ഷിപ്തമായിരിക്കുന്നത്. ഇനിയും വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. എല്ലാവരും കാത്തിരിക്കുക. ആ നല്ല ദിവസങ്ങൾ വരാറായി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.